ലിപ് ട്രേസ് കിസ്. ലിപ് ട്രേസ് കിസ് ഒരു യാത്ര പോലെയാണ്, ആവേശത്താൽ പകർന്നുതിരുന്ന പ്രണയം. ഒരു സ്നേഹചുംബനത്തോടെ ആരംഭിച്ച് ചുണ്ടുകൾ പതുക്കെ ചലിക്കുന്നു. താടിയുടെ കുറുകെ, കഴുത്തിലൂടെ. തൊടൽ മാത്രമല്ല, അത് അനുഭവങ്ങളുടെ ഭാഷയാണ്. ഓരോ ചലനവും ധ്യാനപൂർണ്ണം, ഓരോ നിമിഷവും പ്രത്യേകയുള്ളത്. ഇത് ശബ്ദം ഉരുപ്പെടുത്തുന്ന കിസ് അല്ല, കാതോട് ചേർന്നു കുശലമായി ചൊല്ലുന്നു. ആ നിശബ്ദതയിൽ ഹൃദയങ്ങൾ സംസാരിക്കുന്നു. മേക്കൌട്ട് സെഷന് മുമ്പ് നിങ്ങളുടെ നാവ് ഉപയോഗിച്ച് നിങ്ങളുടെ കാമുകന്റെ ചുണ്ടുകൾ പിന്തുടരുക. നിങ്ങളുടെ മുഖം അവന്റെ അടുത്തേക്ക് കൊണ്ടുവരിക, എന്നാൽ നിങ്ങളുടെ ചുണ്ടുകൾ സ്പർശിക്കുന്നതിനു മുമ്പ് നിങ്ങളുടെ നാവ് പതുക്കെ നീട്ടി അവന്റെ കീഴ്ചുണ്ട് പിന്തുടരുക. അധികം ഉമിനീർ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക, മൃദുവായി മാത്രം ചെയ്യുക, അങ്ങനെ അത് ഇക്കിളിപ്പെടുത്താൻ തുടങ്ങും. ഈ നീക്കം അവനെ ഭ്രാന്തനാക്കും. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇത് പൊതുജനങ്ങളുടെ മുന്നിൽ പരീക്ഷിച്ചു നോക്കാം, പക്ഷേ മാതാപിതാക്കളുടെ അടുത്തായിരിക്കാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ നിമിഷം ശരിക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സ്വകാര്യ സമയത്തേക്ക് മാറ്റിവെക്കുക. ലിസാർഡ് കിസ്. അതൊരു കളിയല്ല, അതൊരു പ്രതീക്ഷയാണ്. ചെറിയ ജിഹ്വചലനങ്ങൾ കൊണ്ട് പാകത്തിൽ ചുംബനം മൃദപ്പെടുത്തുന്ന പരീക്ഷണം. ഒരിക്കൽ വേഗത്തിൽ, പിന്നെ വീണ്ടും, വീണ്ടും, പിന്നെ ചിരികൾ മാത്രം. ഇത് വലിയ പ്രണയരംഗമാകുമോ? അറിയില്ല. പക്ഷേ ഇത് പരീക്ഷിക്കുമ്പോൾ മാത്രം അറിയാം അതിന്റെ തീവ്രതയോ തമാശയോ. അനുമതിയോടെയും അന്തസ്സോടെയും മാത്രം ഈ ചുംബന കലയിൽ കടക്കുക. ഫ്രഞ്ച് ചുംബനത്തിന് സമാനമായി ഇതിൽ നാവിന്റെ ചില പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നു. നിങ്ങളുടെ അടഞ്ഞ വായ നിങ്ങളുടെ കാമുകന്റെ വായിൽ അമർത്തുമ്പോൾ നിങ്ങളുടെ നാവിന്റെ അഗ്രം വേഗത്തിൽ പുറത്തെടുക്കുക, തുടർന്ന് അത് പിന്നിലേക്ക് വലിക്കുക, ഒരു പല്ലി ചെയ്യുന്നതുപോലെ. ഈ ചെറിയ, സൗമ്യമായ ചലനങ്ങൾ നിങ്ങളെ രണ്ടുപേരെയും ശരിക്കും പ്രകോപിപ്പിക്കും. കൂടാതെ പരമ്പരാഗത ഫ്രഞ്ച് ചുംബനത്തിൽ നിങ്ങൾക്ക് മടുപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ മേക്കൌട്ട് സെഷനുകൾ കൂട്ടിക്കലർത്താനുള്ള ഒരു രസകരമായ മാർഗമാണിത്. തുപ്പൽ മാറ്റുന്നതിനെക്കുറിച്ച് ആശങ്കയുണ്ടോ? അങ്ങനെയായിരിക്കരുത്. മറ്റൊരാളുമായി ഉമിനീർ പങ്കിടുന്നത് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്നും അത് നിങ്ങളെ ആരോഗ്യകരവും സന്തോഷകരവുമാക്കുമെന്നും പഠനങ്ങൾ കാണിക്കുന്നു. നാക്ക് കിസ്. ഹൃദയസ്പർശിയായ ഒരു സ്പർശം. ചുണ്ടുകൾ കഴുത്തിലേക്ക് പതുക്കെ നീങ്ങുമ്പോൾ ഒരു സ്പന്ദനം ആത്മാവിൽ വരെ നിറയും. ആ കിസ് അസുഖകരമല്ല, അതെ, അത് ആശ്വാസമാണ്, തീവ്രമായ ആകർഷണമാണ്. കാഴ്ചയിൽ ചെറിയൊരു ചുംബനം പോലെ തോന്നാം, പക്ഷേ അതിന്റെ പാകം കൂടുതൽ ആഴമുള്ളതാണ്. സ്നേഹവും വിശ്വാസവും ആകുലതയും ചേർന്നു നിൽക്കുന്ന നിമിഷം, അതാണ് നെക്ക് കിസ്. ഈ നീരാവി ചുംബനത്തിലൂടെ കാര്യങ്ങൾ കൂടുതൽ രസകരമാക്കൂ. നിങ്ങളുടെ മേക്കൌട്ട് സെഷൻ അല്പം വിരസമായി തോന്നുന്നുണ്ടെങ്കിൽ വേർപിരിഞ്ഞ് താഴേക്ക് ചാഞ്ഞ് നിങ്ങളുടെ കാമുകന്റെ കഴുത്തിൽ ലഘുവായി ചുംബിക്കുക. കഴുത്ത് ഒരു ലൈംഗിക മേഖലയാണ്, അതായത് അതിൽ ധാരാളം നാഡി ആറ്റങ്ങളുണ്ട്. ഇത് ഒരു നേരിയ ചുംബനത്തെ തികച്ചും ഭ്രാന്തമായി തോന്നിപ്പിക്കുന്നു. അവന്റെ എഞ്ചിൻ പുനരുജ്ജീവിപ്പിക്കാൻ നിങ്ങൾക്ക് അവന്റെ താടിയല്ല ലക്ഷ്യമിടാനും കഴിയും. നിങ്ങളുടെ ചുംബന കഴിവുകൾ കണ്ട് ആത്മവിശ്വാസം തോന്നുന്നുണ്ടോ? ഒരു ചെറിയ കടിയാലോ ഇത് കൂട്ടിക്കലർത്തൂ.